ഗോപിയുമായുള്ള ബന്ധവും വഷളാകും. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാതിരിക്കാൻ എനിക്കാവട്ടെ എന്റെ വ്യക്തിപരമായ സവിശേഷതകൾ മൂലം സാധ്യവുമല്ല. അതുകൊണ്ട് ഒരാഴ്ചയോളം ആ സിനിമ ഞാൻ കണ്ടില്ല. എന്നാൽ ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഈ സിനിമയെക്കുറിച്ച് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. സാധാരണ അന്തം കമ്മികളെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോ എനിക്ക് കൗതുകം തോന്നി. അതിങ്ങനെയായിരുന്നു: നല്ല സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം. ആസിഫ് അലിയും വിജയരാഘവനും ഗംഭീരമായ ദൃശ്യാനുഭവം, മികച്ച തിരക്കഥയും സംവിധാനവും, ചെറിയ വേഗത്തിലെ ആദ്യ പകുതി കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ നിർണായകമായി. രണ്ടാം പകുതി ചടുലമാണ്. ചില ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും സ്പോയിലർ ആകുമെന്നതിനാൽ എഴുതുന്നില്ല. ചിത്രത്തിലെ അപ്പുപിള്ളയുടെ അവസാന ഡയലോഗ് ഉള്ളുലയ്ക്കുന്നതാണ്. ചിത്രത്തിലുടനീളം കാണുന്ന രണ്ട് പിതാക്കന്മാരിൽ ആരാണ് ഉത്തമൻ എന്ന് ആ നിമിഷം ചിന്തിക്കുക. കാണരുത്, കേൾക്കരുത്, പറയരുത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന പഴങ്കഥയിലെ വിവേകികളായ കുരങ്ങുകളുടെ കഥ ഓർത്തുപോയി. കിഷ്കിന്ധാകാന്ഡം കുരങ്ങുകളുടേതു കൂടി